അപ്പം ഇത് ഇന്ന് മാതൃദിനമാണ്, നേഴ്സസ് ഡേ ആണ്. അപ്പം നമ്മോടൊപ്പം ഇന്നൊരു മാതാവും ഉണ്ട്, നേഴ്സുമാരുണ്ട്. അപ്പം നമുക്ക് ഇവരെ വിശേഷങ്ങളൊന്ന് ചോദിക്കാം. ആദ്യം നമുക്ക് മാതാവിൽ നിന്ന് തന്നെ തുടങ്ങാം. മാതൃദിനമായിട്ട് എന്താണ് പറയാനുള്ളത്? സത്യം പറഞ്ഞാൽ നല്ല സന്തോഷമുണ്ട്. ഇപ്പം രണ്ടാമത്തെ മോളാണിത്. ഇപ്പോൾ ഇവർക്ക് കുത്തിയപ്പാണ്, അങ്ങനെ വന്നതാ. എന്തായാലും ഡെലിവറിയൊക്കെ കഴിഞ്ഞ് നല്ല സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉള്ള സമയമായിരിക്കും. പക്ഷേ ഇവരുടെ ചിരി കാണുമ്പം എല്ലാം മറക്കും. ഓക്കെ, അപ്പം പേരെന്ന് പറയും? സുഹൈന. അപ്പം നമ്മുടെ കൂടെ കുഞ്ഞും കൂടെ ഉണ്ട്. അപ്പോൾ അതോടൊപ്പം കുഞ്ഞിന് വാക്സിൻ എടുക്കാൻ വന്നതാണ്. അതിനുവേണ്ടി നമ്മുടെ ഒപ്പം നേഴ്സുമാരുണ്ട്. നമുക്ക് അവരോട് കൂടെ ചോദിക്കാം, നേഴ്സസ് ഡേ ആയിട്ട് എന്താണ് പറയാനുള്ളത്? സന്തോഷം. നേഴ്സായതിനാൽ പഠിക്കുന്നുണ്ട്, നേഴ്സസ് ഡേ ആയി ആഘോഷിക്കാനും കൂടെ സാധിച്ചു. പിന്നെ ബേബീസ് വാക്സിനേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിലൊക്കെ കൂടെ ഡ്യൂട്ടി ടൈമാണ് ഇപ്പം അങ്ങടെ അതിൽ പങ്കെടുക്കാൻ പറ്റി. ഏത് ഇയറാ? തേർഡ് ഇയർ. ഈ തേർഡ് ഇയറിൽ ഇത്രയും നാളിനിടയ്ക്ക് വെച്ചൊരു അനുഭവം പങ്കുവയ്ക്കാൻ പറ്റും, ഏതെങ്കിലും ഒരു പേഷ്യൻറ്റുമായിട്ടുള്ള അനുഭവം എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് പേഷ്യൻസായിട്ട് നമ്മൾ ഭയങ്കര ഇൻ്റർപേഴ്സണൽ റിലേഷൻ ആണ് നമുക്ക്. അപ്പം ഈ ചിലപ്പോൾ ഒരു സർജറിയോ പെയിനോ ഓരോരുത്തർക്കും ഓരോ പേഴ്സണൽ കാര്യങ്ങൾ കാണും. അപ്പോൾ ഈ ഹോസ്പിറ്റലായി കിടക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ചില ആഗ്രഹിക്കുന്ന ആൾക്കാർ അടുത്തില്ലാത്തൊരവസ്ഥയൊക്കെ വരും. അപ്പോൾ ആ സമയത്ത് അവരുടെ ഇമോഷണലി സപ്പോർട്ട് ചെയ്യാനൊക്കെ കുറേ സഹായിച്ചു ഞങ്ങൾക്ക്. കാരണം അവർക്ക് ഒരു സഹായകമായി ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക് ഇന്നത്തെ ഈ ദിനത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാം. അപ്പം നമ്മുടെ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരാശംസയിലേക്ക് പോവുകയാണ്. ഹാപ്പി നേഴ്സസ് ഡേ. ഹാപ്പി മദേഴ്സ് ഡേ.